ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ ദിവസം നമ്മൾ വന്നിരിക്കുന്നത് പട്ടായയിലെ കോറൽ ഐലൻഡിലെ വിശേഷങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം പിറ്റേ ദിവസം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചതിന് ശേഷം നമ്മൾ നേരെ വന്നിട്ടുള്ളത് ബിഗ് ബുദ്ധ ടെമ്പിൾ കാണാനാണ്. അപ്പോൾ ഇതൊരു വലിയൊരു ടെമ്പിളാണ്. ഇവരുടെ ആചാരപ്രകാരമുള്ള ബുദ്ധൻ്റേതായിട്ടുള്ള പല തരത്തിലുള്ള രൂപങ്ങൾ നമുക്ക് ഈ ഒരു ടെമ്പിളിൽ കാണാം. പിന്നെ ഇവിടെ സ്റ്റെപ്പ് കയറാനായിട്ടൊരു 10-70ഓളം സ്റ്റെപ്പുകളുണ്ട്. ഈ ഒരു സ്റ്റെപ്പുകൾ വളരെ നൈസ് സ്റ്റെപ്പുകളാണ്. നമുക്ക് കയറാനും ഇറങ്ങാനും ബുദ്ധിമുട്ടേ ഇല്ല. പ്രായമായവർക്കായാലും നമുക്ക് കയറാൻ വലിയ ബുദ്ധിമുട്ടില്ല. നൈസായിട്ടുള്ള സ്റ്റെപ്പുകളാണ്. നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലാവും. നമുക്ക് പെട്ടെന്ന് കയറാം. നമ്മൾ ഓടിച്ചാടി കയറുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ കാല് തട്ടി വീഴും. അത്രയും നൈസായിട്ടുള്ള സ്റ്റെപ്പുകളാണ്. അമ്മ ഈ സ്റ്റെപ്പുകൾ ആദ്യം കണ്ടപ്പോൾ ഒന്ന് പേടിച്ചു, ഇത്രയും സ്റ്റെപ്പുകൾ എങ്ങനെയാണ് കയറാമെന്ന് വിചാരിച്ചിട്ട്. പക്ഷെ നമുക്ക് സിമ്പിളായിട്ട് കയറാം കേട്ടോ. ആർക്ക് വേണമെങ്കിലും കയറാം. അങ്ങനെ നമ്മൾ ടെമ്പിളിൻ്റെ ആ ഒരു സെൻറ്ററിലോട്ട് എത്തി. ഇവിടെ ഒരുപാട് രൂപങ്ങളുണ്ട്. ബുദ്ധൻ്റെ പല രീതിയിലുള്ള അവരുടെ പല ആചാരപ്രകാരമായിട്ടുള്ള ഒരുപാട് രൂപങ്ങൾ നമുക്കിവിടെ ഗോൾഡൻ നിറത്തിൽ കാണാം. ഇവർ ആരൊക്കെയാണ് എന്തൊക്കെയാണെന്നുള്ളത് ആ ഒരു രൂപങ്ങളുടെ അടിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഏറ്റവും വലിയ ബുദ്ധൻ്റെ രൂപം. പിന്നെ ഇവിടെ നമ്മളുടെ ഓരോ മതത്തിലുള്ള ആചാരപ്രകാരം ഇവിടെയും ഒരുപാട് പ്രാർത്ഥനയോടുകൂടി നേർച്ചകൾ നേരുന്ന ഒരുപാട് തരം രീതികളുണ്ട്. ഓരോ മതത്തിലും അതിൻ്റേതായ രീതിയിലുള്ള പ്രാർത്ഥനകളും കാര്യസാധ്യത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ച് നേർച്ചകൾ നേരുന്ന പല പല രീതികളുണ്ടല്ലോ. അതുപോലെ ഇവിടെയും ഉണ്ട് ഒരുപാട് രീതികൾ. ഇതേപോലെ പ്രാർത്ഥിച്ച് മെഴുകുതിരി കത്തിച്ച് വെള്ളത്തിലൂടെ ഒഴുക്കി വിടുന്നതും അങ്ങനെ ഒത്തിരി ഇവിടെ കണ്ടു കേട്ടോ. പിന്നെ ഒരു ബുദ്ധൻ്റെ അടുത്ത് തന്നെ ഒരു കല്ലിൻ്റെ ഒരു രൂപം പോലത്തെ ഒരു സംഭവമുണ്ട്. അതിൽ നമ്മൾ പ്രാർത്ഥനയോടുകൂടി ഒരു കോയിൻ നേരെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ പ്രാർത്ഥിച്ച കാര്യം സാധിക്കും. അങ്ങനെയൊക്കെ ഇവിടെ നേർച്ചകളുണ്ട്. പിന്നെ ഈ പറഞ്ഞ മാതിരി മെഴുകുതിരി കത്തിക്കുക, പിന്നെ എന്താ പറയുക, നമ്മളുടെ ഈ കാശിൻ്റെ ഇതുണ്ടല്ലോ, നോട്ടുകൾ കൊണ്ട് കൊടി പോലെ ഉണ്ടാക്കിയിട്ട് നമ്മൾ ഈ പിണ്ടീമ കുത്തിവെക്കുക. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു കോയിൻ നേരെ വെക്കുന്ന ആ ഒരു പ്രാർത്ഥന എന്ന് പറയുന്നത്, നേർച്ച. പിന്നെ ഈ ഒരു ബുദ്ധ ടെമ്പിളിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ നിങ്ങൾ ഈ കാണുന്നത്. പിന്നെ ഞാൻ ഈ നേർച്ചകളും കാഴ്ചകളൊക്കെ കണ്ടിട്ട് എനിക്ക് മനസ്സിലായ കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത്. അവിടെ ഇതേമാതിരി കോയിൻ വെക്കുന്നത് കണ്ടിട്ട് നമ്മളുടെ ഗ്രൂപ്പിൽ വന്ന ആളുകളും പ്രാർത്ഥിച്ച് കോയിൻ ഇതേപോലെ വെക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. ഇതെന്താണ് ശരിക്കും ഇതിൻ്റെ ഐതിഹ്യം എന്നൊന്നും എനിക്കറിയില്ല. ഞാൻ കണ്ടത് വെച്ച് എനിക്ക് മനസ്സിലായത് പറഞ്ഞതാണ്. നടന്ന് വയ്യാണ്ടായപ്പോൾ ചേട്ടനും മിക്കും കൂടി അവിടെ ഒറ്റയിരിപ്പിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, മെഴുകുതിരി കത്തിച്ച് വെള്ളത്തിലൂടെ ഒഴുക്കുന്ന ആ ഒരു നേർച്ച, അതാണ് ഈ കാണുന്നത്. പിന്നെ അതിൻ്റെ ഇടയിൽ തന്നെ നമുക്ക് നമ്മളുടെ അവിടെ മെഴുകുതിരി കത്തിച്ച് നേർച്ച നേർന്ന് പ്രാർത്ഥിക്കുന്ന ആ ഒരു സംഭവം ഉണ്ടല്ലോ, അതെല്ലാം ഉണ്ട്. അങ്ങനെ ഒത്തിരി കാഴ്ചകളുണ്ട്. എല്ലാ കാഴ്ചകളും കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും നേരെ തിരിക്കുകയാണ്. ഇവിടെ ഒരു മണിക്കൂറിൻ്റെ അടുത്താണ് ഞങ്ങൾ സ്പെൻഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇത്രയൊക്കെയാണ് ബിഗ് ബുദ്ധ ടെമ്പിളിൻ്റെ പല വിശേഷങ്ങളും കാഴ്ചകളും എല്ലാതും. കാണാൻ ഒത്തിരി ഉണ്ട് കേട്ടോ ഈ ഒരു ബിഗ് ബുദ്ധ ടെമ്പിളിൽ. പിന്നെ ഇവിടേക്ക് വരുമ്പോൾ നമ്മുടെ അവിടെ അമ്പലത്തിൽ കയറുന്നത് പോലെ നോർമൽ ഡ്രസ്സ് ധരിച്ചിട്ട് മാത്രമേ അകത്ത് കയറ്റത്തുള്ളൂ. ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. അപ്പോൾ അടുത്തൊരു തായ്ലൻഡ് ടൂറിസ്റ്റ് പ്ലേസുമായിട്ട് വീണ്ടും വരാം. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.